മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ദൃശ്യം 3 എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ദൃശ്യം 3യെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അത്ഭുതമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് പുറത്തു വന്നത്. ജിത്തു ജോസഫ് തന്നെയാണ് ഈ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലെത്തിയത്. കാരണം പാൻ ഇന്ത്യൻ രീതിയിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച ദൃശ്യം 3 എന്ന ചിത്രമാണ് ഇങ്ങനെയൊരു രീതിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത് എന്ന് പ്രേക്ഷകർ പറയുകയാണ്. പ്രേക്ഷകരുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ ദൃശ്യം 3 വരണം എന്നത്. കാരണം ദൃശ്യം 3ക്ക് അതുപോലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇന്ത്യയിൽ എവിടെ ഇറക്കിയാലും പ്രേക്ഷകർ ഈ ചിത്രത്തെ ഇരുകൈ നീട്ടി സ്വീകരിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു അവർ ഈ ചർച്ചകളൊക്കെ നടത്തിയത്. എന്നാൽ സംഭവിക്കുന്നത് മറ്റൊരു രീതിയിലായതുകൊണ്ട് അവർക്ക് വലിയൊരു വിഷമം തന്നെ ഉണ്ടായി. അതവർ പ്രകടിപ്പിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ. എന്നാൽ ജിത്തു ജോസഫ് പറയുന്നത് മറ്റൊരു രീതിയിലാണ്. കാരണം ജിത്തു ജോസഫ് അല്ലാതെ മറ്റൊരു സ്ഥലത്തും ഈ ചിത്രം അവരുടേതായി മേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നതാണ്. കാരണം പേറ്റന്റ് അദ്ദേഹത്തിനാണ്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു മലയാള ചിത്രം ഉണ്ടെങ്കിൽ അത് ദൃശ്യം 3 ആയിരിക്കും. മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ 2013 പുറത്തിറങ്ങിയ ചിത്രം ഇപ്പോൾ വിയറ്റ്നാമിലേക്കും ഇന്തോനേഷ്യയിലേക്കും വരെ അവരുടെ ഭാഷയിലേക്ക് എത്താനിരിക്കുന്നു. കൊറിയൻ പരിഭാഷ ഈ വർഷം അവസാനം ചിത്രീകരണം തുടങ്ങും. അവരുടെ എല്ലാം ആവശ്യമാണ് ദൃശ്യം 3. എന്നാൽ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മറ്റൊരു കഥയിലായിരിക്കുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. ദൃശ്യം 3 ഭാഗം തന്റെ കഥ തന്നെയായിരിക്കും എല്ലാ ഭാഷകളിലും വരാൻ പോകുന്നത് എന്ന് ജിത്തു ജോസഫ് പറയുകയാണ്. ദൃശ്യം 3 തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബറിൽ ഷൂട്ടിംഗ് തുടങ്ങണം എന്ന പ്ലാനിലാണ്. എല്ലാ ഭാഷകളിലും ഒരുമിച്ച് റിലീസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് മറ്റു ഭാഷകളിൽ നിന്നുള്ളവർ ചോദിച്ചിരുന്നു. ഹിന്ദിയിൽ അവർ അവരുടെ കഥയിലായിരിക്കും ചെയ്യുക എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അത് തെറ്റാണ്. ദൃശ്യത്തിന്റെ കോപ്പിറൈറ്റ് എന്റെ കയ്യിലാണ്. അവർക്ക് അങ്ങനെ നീങ്ങാൻ സാധിക്കില്ല. ഹിന്ദി ചിത്രത്തിന്റെ സംവിധായകൻ അഭിഷേക് പഥക് കൊച്ചിയിൽ എന്നെ കാണാനായി വന്നിരുന്നു. അടുത്ത മാസത്തേക്ക് ഞാൻ അവർക്ക് തിരക്കഥ കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവരുടേതായ സാമൂഹികമായ മാറ്റങ്ങൾ കൊണ്ട് വരേണ്ടതായുണ്ട്. ആദ്യ 2 ഭാഗങ്ങളിലും അവർ അവരുടേതായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തെലുങ്കിലും ഹിന്ദിയിലും മറ്റുള്ളവർക്ക് ആ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് 3 ഭാഷയിലും ഒരുമിച്ച് റിലീസ് ചെയ്യാനാണ്. കാരണം മലയാളം OTTയിൽ വന്നാൽ വലിയ ശതമാനം പ്രേക്ഷകർ പുതിയ ഭാഗം കാണും. ആ ആവശ്യം ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ചർച്ചകൾ നടക്കുന്നു. അതാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ ഒക്ടോബറിൽ ചിത്രീകരണം തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ആ സമയത്തേക്ക് തയ്യാറാകുമെങ്കിൽ ചിലപ്പോൾ ഒത്തിരി നീളാതെ തന്നെ ഒന്നിച്ചു കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ദൃശ്യം 3 എന്ന സിനിമ അവസാനത്തെ ചിത്രമാണെന്നാണ് പ്രേക്ഷകരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ജിത്തു ജോസഫ് പറയുന്നത് സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്നാണ്. നിങ്ങളത് തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടിട്ട് അറിയൂ ഇവിടെ അവസാനിക്കുമോ തുടരുമോ എന്ന്. ആദ്യ 2 ഭാഗങ്ങളെക്കാളും മുകളിലുള്ള തിരക്കഥയാകണം എന്നതിൽ തുടങ്ങി മറ്റ് തിയറികൾ എല്ലാം ഞാനും കാണുന്നുണ്ട്. അങ്ങനെയല്ല ഞാൻ ദൃശ്യം 3യെ സമീപിക്കുന്നത്. മോഹൻലാലിന്റെ സ്റ്റാർഡം ഉപയോഗിക്കാനുള്ള ഗിമിക്കുകളോ മോഹൻലാൽ എന്ന നടന്റെ മാർക്കറ്റ് ഉപയോഗിക്കുക എന്നതോ ഒന്നുമല്ല ദൃശ്യം 3 ഭാഗത്തിന്റെ അടിത്തറ. ഇത് ജോർജ് കുര്യയുടെ ജീവിതത്തിലെ അടുത്തൊരു അവസ്ഥയാണ്. ആ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ജീവിതമാണ്. ആദ്യ 2 ഭാഗങ്ങളെക്കാളും മഹത്തരമായ ഒന്നാണ് എഴുതുന്നത് എന്ന അവകാശവാദവുമില്ല. ആ കഥാപാത്രങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് ഓർഗാനിക്കലി തിരക്കഥയെ സമീപിക്കുന്നു. 2ാം ഭാഗത്തെയും അങ്ങനെ തന്നെയാണ് സമീപിച്ചിരുന്നത്. ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നതറിയാനുള്ള ആഗ്രഹം പ്രേക്ഷകർക്കുമുണ്ടല്ലോ. ആ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നതും. 2ാം ഭാഗം കോവിഡ് ആയതുകൊണ്ടാണ് OTTയിൽ വന്നത്. 3ാം ഭാഗം തിയേറ്ററിനുള്ളത് തന്നെയായിരിക്കും. കൂടാതെ ജിത്തു ജോസഫിന്റെ ഒരു യൂണിവേഴ്സൽ സിനിമയായി മാറുമോ ദൃശ്യം 3 എന്ന ചോദ്യങ്ങളും പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പേ തന്നെ നമ്മൾ ഈ ചർച്ചകൾ നടത്തിയതാണ്. സേതുരാമയ്യർ CBIയും കൂമലിലെ ആസിഫ് അലിന്റെ കഥാപാത്രവും ഒക്കെ ഈ കഥ സോൾവ് ചെയ്യാനായി എത്തുന്ന രീതിയിലൊക്കെ. എന്നാൽ ആ ഒരു യൂണിവേഴ്സലിനെ കുറിച്ചും പറയുകയാണ് ജിത്തു ജോസഫ്. ആ പരിപാടിക്ക് ഞാനില്ലെന്നാണ് ജിത്തു ജോസഫിന്റെ മറുപടി. മറ്റു സിനിമകളിലെ കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് ഈ സിനിമ വിജയിപ്പിക്കുക എന്ന് ചിന്തിക്കുന്നതേയില്ല. ഈ കഥ ഓർഗാനിക്കലി പോകണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 3ാം ഭാഗത്തിൽ പുതിയൊരു കഥാപാത്രം വരികയാണെങ്കിൽ അത് പുതിയൊരു കഥാപാത്രമായിരിക്കും. അല്ലാതെ സാം അലക്സിനെ ഇതിനകത്ത് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതുവരെ യൂണിവേഴ്സിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. നാളെ ചിന്തിക്കില്ല എന്നല്ല. പക്ഷേ ദൃശ്യത്തിൽ യൂണിവേഴ്സ് ഇല്ല. ഇതൊക്കെ പറയുമ്പോഴും പ്രേക്ഷകർക്ക് മറ്റു ഭാഷയിലേക്ക് ദൃശ്യം 3യെ കൊടുത്തത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റിയുള്ള പോസ്റ്റുകൾ തന്നെയാണ് ധാരാളമായി വന്നത്. ശരിക്കും എന്തിനാണ് ഇങ്ങനെ വിട്ടുകളഞ്ഞത്? ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മലയാളത്തിന് കിട്ടാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. ദൃശ്യം 3 ഇനി ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമെന്ന് തോന്നുന്നില്ല. അതിന് പക്ഷേ ഒരേ സമയം 3 ഭാഷകളിലും ഒരുമിച്ച് ചിത്രീകരിക്കുന്നത് കൊണ്ടോ ഒപ്പം ഇറക്കാനുള്ള സാധ്യത കൊണ്ടോ അല്ല. ദൃശ്യം ആദ്യ ഭാഗത്തിന് കിട്ടിയ സ്വീകാര്യത 2ാം ഭാഗത്തിന് കിട്ടിയോ എന്നുള്ള സംശയം ഉള്ളതുകൊണ്ടാണ്. ദൃശ്യം ഒരു സ്റ്റാൻഡ് ലോൺ സിനിമയായി ആർക്കും കാണാം. പക്ഷേ ദൃശ്യം 3 കാണണമെങ്കിൽ ബാക്കി 2 ഭാഗങ്ങൾ കണ്ടേ മതിയാകും. ദൃശ്യം കണ്ട എല്ലാവർക്കും ദൃശ്യം 2 കണ്ടിട്ടുണ്ടാകുമോ? ദൃശ്യത്തിന് ലഭിച്ച സാധാരണ ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത ഒരിക്കലും ദൃശ്യം 2ന് നേടാൻ ആയിട്ടില്ല. തിയേറ്റർ റിലീസ് ചെയ്യാതെ OTT റിലീസ് ചെയ്തത് വലിയൊരു അടിയാണ്. സീരിയൽ നിലവാരത്തിൽ ഉള്ള മേക്കിങ്ങും. പക്ഷേ അതേസമയം തന്നെ മാറിയ മാർക്കറ്റ്, മോഹൻലാലിന്റെ ഇപ്പോഴത്തെ സ്റ്റാർ വാല്യൂ, ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ ഉള്ള ഹൈപ്പൊക്കെ ശരിക്കും ഉപയോഗിച്ചിരുന്നതിൽ ഉറപ്പായും 150-200 കോടി നേടാനുള്ളത് ഉണ്ട്. ഒരുപക്ഷെ മേൽപ്പറഞ്ഞ എല്ലാത്തിനെയും പിന്തള്ളി മറ്റൊരു ഇൻഡസ്ട്രിയൽ ഹിറ്റോ ആദ്യ
300 കോടിയോ നേടിയേക്കാം. എന്നാലും മലയാളത്തിന്റെ കിട്ടേണ്ടിയിരുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു നീക്കത്തിലൂടെ നഷ്ടമാകുന്നത്. അല്ലെങ്കിൽ തന്നെ ഹിന്ദി ബെൽറ്റിൽ ഒക്കെ ഇപ്പോഴും വാദം ദൃശ്യം പോപ്പുലർ ആയത് അജയ് ദേവ്ഗൺ കാരണമാണ് എന്നാണ്. പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ചിലപ്പോൾ റെക്കോർഡ് റേറ്റ്സ് ആവാം ഈ ഡീൽ മൂലം കിട്ടിയിട്ടുണ്ടാവുക. എന്നാലും ക്രിയേറ്റീവ് സൈഡ് നോക്കിയാൽ ജിത്തുവിനോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയായേക്കും ഇത്. ബാക്കിയൊക്കെ ദൃശ്യം 3 വന്നിട്ട് പറയാം എന്ന പ്രേക്ഷകരുടെ അനുമാനങ്ങളും നിരീക്ഷണങ്ങളും ഈ അവസരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയൊരു ആഗ്രഹമേ ഉള്ളൂ, ഇവർ 3 പേരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ റിലീസ് വരുമ്പോൾ ആദ്യം ദൃശ്യം 3 മലയാളം തന്നെ ഇറങ്ങണമെന്നത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഹിന്ദി റിലീസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും ഒരുവിധം പ്രേക്ഷകർക്ക് മനസ്സിലാകും ഏതാണ് ബെറ്റർ എന്ന കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞു വെക്കുന്നു.